റംബാച്ച ഗുഡ് മോർണിംഗ്. ഒത്തിരി സന്തോഷമുണ്ട്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഈ ഇന്റർവ്യൂ സീരീസിൽ തിരുമേനിയുടെ ജീവിതവും ദർശനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഈ ഇന്റർവ്യൂ സീരീസിൽ റംബാച്ചനും പങ്കെടുക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിൽ ഒത്തിരി സന്തോഷം. നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ സീരീസ് ആരംഭിക്കാം. റംബാച്ച, ആദ്യമായി ആദ്യമായി റംബാച്ചൻ ഗ്രിഗോറിയോസ് തിരുമേനെ കാണുന്നതും പരിചയപ്പെടുന്നതും അതിന്റെ സന്ദർഭവും എന്തൊക്കെയായിരുന്നു എന്ന് നമ്മളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ രാജസ്ഥാനിലായിരുന്നു, ജോധ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞാൻ അവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ IARI എന്ന് പറയുന്ന അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതേ സമയത്ത് തന്നെ ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ യൂണിവേഴ്സിറ്റി 3 ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും അതുപോലെ ഈവനിങ് ഷിഫ്റ്റും ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ ബോസിനുടെ പെർമിഷനോടുകൂടി ഞാൻ ഏർലി മോർണിംഗ് ഷിഫ്റ്റിൽ ജോയിൻ ചെയ്തു. എങ്കിൽ എനിക്ക് BCom ഓണേഴ്സ് എടുക്കാൻ പറ്റത്തായിരുന്നു. BCom ഓണേഴ്സും MCom എടുക്കാൻ സാധിച്ചു. അതെൻ്റെ ബോസ് ധരംപാൽ ചോപ്ര എന്ന് പറഞ്ഞാൽ എന്നും എൻ്റെ പിതൃതുല്യനായിട്ട് ബഹുമാനിക്കാതിരിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി ഒരു മണിക്കൂർ താമസിച്ചെന്നാലും അദ്ദേഹം ഒന്നും പറയത്തില്ലായിരുന്നു ഓഫീസിൽ. അങ്ങനെയുള്ള അതുകൊണ്ട് പഠിത്തത്തിലിരിക്കുന്നു. അങ്ങനെ വർഗീസ് ചാക്കോച്ച് എന്ന് പറയുന്ന ഒരു വികാരി അച്ഛൻ ജോധ്പൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ 78 കാലഘട്ടം. അന്നേരം അച്ഛൻ ഇതുപോലെ തിരുമേനിയെ പറ്റി ഒരുപാട് കാര്യം പറയും. തിരുമേനിയും നല്ലോണം ജോലിയൊക്കെ ചെയ്താണല്ലോ മുമ്പോട്ട് വളർന്നു വന്നേ. പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ശേഷം പിന്നെ തിരുമേനി പിന്നെ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിൽ തിരുമേനി ജോയിൻ ചെയ്യുകയും അതുപോലെ ട്രേഡ് യൂണിയനായിട്ട് ബന്ധപ്പെടുകയും പിന്നെ യാദൃശ്യമായിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാനായിട്ട് ഇവിടുന്ന ആൾക്കാരെ സെലക്ഷൻ ചെയ്യാനായിട്ട് എത്യോപ്യ കൊണ്ടുപോകാനായിട്ട് വന്ന ഒരു വ്യക്തിയെ കാണുകയും ആ പുള്ളിക്ക് ഒരു കാർ ആക്സിഡന്റ്, അങ്ങനെ തിരുമേനി ആയിട്ട് ബന്ധപ്പെടാൻ ഇടയാകുകയും അങ്ങനെ തിരുമേനി എത്യോപ്യ പോയി തിരുമേനിയുടെ മണ്ണും കാര്യങ്ങളെ പറ്റി അച്ഛനൊക്കെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ ഞാനും ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛന് വലിയ താല്പര്യമായിരുന്നു എന്നെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവരണം എന്നുള്ളത്. അങ്ങനെ ആ രീതിയിലാണ് തിരുമേനി 78 ഹോളി വീക്കിലെ തിരുമേനി ഹോളി വീക്ക് അവിടെ മുഴുവനും ഒരിടത്തായിരിക്കത്തില്ല. ആ ഓശാന ഒരു ഒരു ഇടവേലായിരിക്കും. അതുപോലെ ഗുഡ് ഫ്രൈഡേ, പെസഹ, പിന്നെ ഹോളി സാറ്റർഡേ, അത് ആ 3 ആയിരുന്നു ജോധ്പൂരിൽ തിരുമേനി വന്ന ആ സമയത്ത് നിർവഹിച്ചത്. അതിനുശേഷം പിന്നെ അന്ന് ഫ്ലൈറ്റ് എനിക്കൊന്ന് ജയ്പൂരിലാണ് പോയെന്ന് തോന്നുന്നു തിരുമേനി ഈസ്റ്റർ നടത്താനായിട്ട്. ഈ 3 ദിവസം തിരുമേനി വ്യാഴം വെള്ളി ശനി ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരുമേനിയുടെ കൂടെ സഹകരിക്കാനൊക്കെ ഉള്ളൊരു അവസരം കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി. തിരുമേനിക്കും വലിയ താല്പര്യമായിട്ട് തോന്നി. അങ്ങനെയാണ് തിരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ആദ്യമായിട്ട് തിരുമേനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും പേഴ്സണലായിട്ട് ബന്ധപ്പെടുന്ന ഈ 1978 അന്നത്തെ ഈ ഹോളി വീക്കിലാണെന്നുള്ളതാണ്. അതിനുശേഷം തിരുമനസ് നെക്സ്റ്റ് ഇയറിൽ പഠിക്കാനായിട്ട് തിരുമേനി ഞാൻ ഇന്റർവ്യൂവിനൊന്നും ഇവിടെ സെമിനാറിലെ ഇന്റർവ്യൂവിനൊന്നും വരാതെ കണ്ട തിരുമേനിയോട് ഒരു കത്തായിരുന്നു. ഐ വാണ്ട് ടു സീ ദാറ്റ് തോമസ് ജോനാൻ ഈസ് ബീങ് അഡ്മിറ്റഡ് ഇൻ സെമിനാരി എന്ന് പറഞ്ഞ എഴുത്തുമായിട്ട് വന്നു. ഞാൻ പിന്നീട് കോട്ടയത്ത് വന്ന് ഇറങ്ങി. എന്തായാലും 4 മണി കഴിഞ്ഞിട്ടാണ് 4:30 ആയപ്പോഴത്തേക്കാണ് ഞാൻ സെമിനാരിൽ എത്തിയത്. അന്നേരം നമ്മുടെ നമ്മുടെ അൽസാണ്ടർ അച്ഛനും മാവേലിക്കര അൽസാണ്ടർ അച്ഛനും അതുപോലെ നമ്മുടെ TJ ജോഷ അച്ഛനും കാപ്പി പിടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാനായിട്ട് ഞാൻ നമ്മുടെ പിന്നെ ചാപ്പലിന് മുമ്പിൽ നിൽക്കുക ചെയ്യുന്നത്. അന്നേരം ഞാൻ ഒരു ഓട്ടോ ചെന്നിട്ട് കരിയിൽ എടുത്തു കൊടുക്കുന്നതല്ല. ആ എഴുത്തിന് എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞിട്ട് രണ്ടുപേരും പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കയറിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലായില്ല. അതിനുശേഷം അന്നേരം അവർ പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒരു എഴുത്ത്, ഒരു ഓറിയന്റേഷന് വേണ്ടി ഇവിടെ ചെങ്ങനവാട് ആശ്രമത്തിലേക്ക് എഴുത്തായിരിക്കും. അങ്ങനെ ഈ നമ്മൾ പിന്നെ സെമിനാരി കോഴ്സിന് ചേരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഓറിയന്റേഷൻ ഉണ്ട്, ഒരു ആശ്രമത്തിൽ പോകാനായിട്ട്. അങ്ങനെ ആശ്രമത്തിലേക്ക് 2 ആഴ്ച പോയി താമസിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയറിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലീവ് എടുത്താൽ ഞാൻ പഠിച്ചത്. ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അന്നേരം ഞാൻ അത് ഈസ്റ്റർ വരെ അവിടെ സെമിനാരിൽ താമസിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ ജോധ്പൂരിൽ വീണ്ടും തിരിച്ചു ചെന്നിട്ട് എൻ്റെ ബോസിന്റെ പെർമിഷനോടുകൂടി അദ്ദേഹം എൻ്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. ഞങ്ങളൊരു നല്ല ഒരു ബന്ധത്തിലായിരുന്നു ഓഫീസിൽ കാര്യങ്ങൾ നിർവഹിച്ചു.
എങ്കിലും ഈ ഒരു കാര്യമായതുകൊണ്ട് അദ്ദേഹം അതിൽ സന്തോഷം കാണിക്കുകയും എനിക്ക് പിന്നീട് കംപ്ലീറ്റ് പീരീഡിലുള്ള ലീവ്, എനിക്ക് ഏൺ ലീവും അതുപോലെ ഹാഫ് ലീവും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് എനിക്ക് ആ ഒരു വർഷം എന്നെ സഹായിച്ചെന്നുണ്ടാവും 79-ല്. പിന്നെ 80 മുതൽ റെഗുലറായിട്ട് ഇവിടെ തന്നെ പഠിച്ച് 83-ല് പിന്നീട് സെമിനാരി പിന്നീട് പഠിത്തം കഴിയുകയും 82-ല് ഷമാശനാകി. എൻ്റെ അയ്യോ 82 ഞങ്ങൾ ഷമാശന, ഞാനും 3 പേരുണ്ട്. ഞാനും പിന്നെ MK വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതുപോലെ യേശുദാസ് എന്ന് പറയുന്നത് അദ്ദേഹം US-ലാണ് ഇപ്പോഴും. ഞങ്ങൾ 3 പേരുടെ ഡീക്കൻ പിന്നീട് കോൺസെക്രേഷൻ നടക്കുന്നത് ഡൽഹി ഹൗസ് കാസ് പള്ളി വെച്ചാണ്. പിന്നെ അച്ഛനായിട്ട് 83-ൽ ഇവിടെ തന്നെ നമ്മുടെ എൻ്റെ ദേശത്ത് കടമായിട്ട് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചാണ് പൂർണ്ണശമാശനായത്. പിന്നീട് നമ്മുടെ പഴയ സെമിനാരി പള്ളി വെച്ചാണ്, നമ്മുടെ പഴയ സെമിനാരി ചാപ്പൽ വെച്ചാണ്. ആ സമയത്ത് ഒരു ഷമാശന ചാക്കോച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഷമാശനായിരുന്നു. എൻ്റെ കൂടെ ഷമാശനായി, എന്നെ പൂർണ്ണ ഷമാശനാക്കി. നെക്സ്റ്റ് ഡേയിൽ അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് വൈദികനായിട്ട് പിന്നീട് പട്ടുവേറ്റ്. അതെല്ലാം തിരുമേനിയാണ് എന്നെ ശുശ്രൂഷയ്ക്ക് കയറ്റിയതും അതുപോലെ ഈ പട്ടങ്ങളെല്ലാം തിന്ന് അനുഗ്രഹിച്ച തിരുമേനിയാണെന്നുള്ളതാണ്. അതിനുശേഷം ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് തന്നെ ഹൗസ് കാസിലാണ് ഞാൻ എന്നെ അസിസ്റ്റന്റായിട്ട് അവിടെ സ്കൂളിന്റെ പിന്നീട് മാനേജറായിട്ടും അതുപോലെ അസിസ്റ്റന്റായിട്ടും മാനേജർ എന്നാണ് തോന്നുന്നത്. അച്ഛൻ പിന്നെ അവിടുത്തെ വികാരി ചെയർമാനായിരുന്നു, ഞാൻ മാനേജറായിട്ടും പിന്നീട് വികാരി അന്ന് TC മത്താച്ചനാണ്. വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു TC മത്താച്ചൻ. എനിക്കൊരു മറക്കാൻ സാധിക്കത്തില്ല അവരുടെയൊക്കെ. കൂടാണ്ട് ഫ്രീ ആയിരുന്നു കേട്ടോ അച്ഛന്. തിരുമേനിക്ക് അതുപോലെ, തിരുമേനി നമ്മൾ ഇങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്തേണ്ട വർക്കിന്റെ ഉള്ളത് കൊണ്ട് 2 പേർക്കും എന്നോട് വലിയ സന്തോഷവും സ്നേഹമാണ്. പക്ഷെ പിന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് മാറി കേട്ടു. പകുതി സമയം സ്കൂളിൽ 6 മാസം സെന്റ് പോൾ സ്കൂളിൽ അക്കൗണ്ട്സ് ചെയ്ത് ഞാനാ കേട്ടു. അങ്ങനെയൊക്കെ ചെയ്തായിരുന്നുള്ളതാണ്. അതും സെമിനാരിയും ഭദ്രാസനത്തിൽ തിരുമേനിയുടെ ലീഡർഷിപ്പ് പ്രത്യേകിച്ചും അതിന്റെ ആ എക്സെപ്ഷണൽ ക്വാളിറ്റീസ് ഒന്ന് നമ്മളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? സെമിനാരി തിരുമേനിയായിട്ട് വളരെ പിന്നീട് നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് തിരുമേനിയുമായിട്ട് ഉള്ള ഇടപാടെന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? തിരുമേനിയുടെ മറ്റുള്ളവരുടെ നന്മയും ഉയർച്ചയും എപ്പോഴും തിരുമേനിക്ക് വലിയ ഒരു എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നതാണ്. അതുകൊണ്ടാണ് തിരുമേനിയുടെ കാലത്താണ് അനേക ആൾക്കാർ, അനേകരെന്ന് വെച്ചാൽ കുറച്ച് പേരെയൊക്കെ ഏബിളായിട്ടുള്ളവരെ തിരുമേനി റഷ്യയിലും അതുപോലെ യൂറോപ്പിലും റോമിലും ഒക്കെ പെട്ട് പഠിപ്പിക്കാനായിട്ട് ഇടയായത്. അത് തിരുമേനിയുടെ കാലഘട്ടം. അതിനുശേഷമാണ് ഇപ്പോഴും കുറച്ച് പേരൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു നല്ല പിന്നീട് സമീപനമായിരുന്നു തിരുമേനിക്ക് മറ്റുള്ളവരോട് ഉണ്ടായിരുന്നത്. ഞാൻ തന്നെ UK പോകാൻ കാരണം തിരുമേനിയുടെ ആ ഒരു വലിയ വീക്ഷണം കൊണ്ടാണ്. എനിക്ക് അവിടെ PhD എടുക്കാൻ സാധിച്ചില്ല, ഞാൻ MPhil എടുക്കാൻ സാധിച്ചു. അവരോട്ടൊക്കെ തിരുമേനിക്ക് വലിയ ബന്ധമാണ് എന്നുള്ളതാണ്. അവിടെ അവർക്ക് തിരുമേനി WCC-യുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് പിന്നെ റിലീജിയസ് ലീഡേഴ്സ് മാത്രമല്ല മറ്റുള്ളവരെയും തിരുമേനിക്ക് വലിയ പിന്നീട് ബന്ധപ്പെട്ട് ഉള്ള ഒരിതാണ്. അതുകൊണ്ട് തിരുമേനി ഒരു എഴുത്തെഴുതുമ്പോൾ തന്നയക്കുമ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ താമസിച്ച ചിച്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു തിയോളജി കോളേജിലായിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പളൊക്കെ ഇതിനുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിരുന്നുള്ളതാണ്. അത് സൗത്താംപ്ടൺ യൂണിവേഴ്സിറ്റിയുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. അതുപോലെ ബിഷപ്പ് വോട്ടർ കോളേജിലാണ് ഞാൻ അവിടെ പഠിച്ചതെന്നുള്ളതാണ്. അവിടുത്തെ പിന്നെ 2 ടീച്ചേഴ്സാണ് എൻ്റെ ഗൈഡായിട്ട് എനിക്ക് സഹായം ചെയ്തെന്ന് പ്രത്യേകിച്ച് ഓർക്കാൻ സാധിക്കും. അതുപോലെ PhD പഠിക്കാനായിട്ടുള്ള വരുമാനമില്ല എന്ന് വെച്ചാൽ അവിടെ എനിക്ക് കിട്ടുന്ന 150 പൗണ്ടായിരുന്നു എൻ്റെ സാലറി. 100 പൗണ്ട് അവർ പിന്നീട് ട്രാവൽ തരുമായിരുന്നു. പിന്നെ 450 പൗണ്ട് അവർ സെമിനാരി പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവർ ഓരോ സെമസ്റ്ററിൽ അത് ഏകദേശം 1000 താഴെയുള്ള, അതൊക്കെ അന്നത്തെ കാലത്ത്
UK സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏകദേശം 19 പേരെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. 2000 ശേഷമാണ് പിന്നീട് ഈ നഴ്സസ്മാർ വരാൻ തുടങ്ങുകയും പിന്നെ അവിടെ പിന്നെ പിന്നെ ക്രിസ്ത്യൻ നമ്മുടെ ആളുകളുടെ സംഘസംഖ്യ ഓരോ ഏരിയയിലും കൂടാനായിട്ട് ഇടയാകുന്നതാണ്. അതിനുമ്പ് 82 വരെ ഉള്ളു. ഇപ്പം ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡ് എല്ലായിടത്തും നമുക്ക് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ സമയം കിട്ടുമ്പോഴേക്കും അവർ വിസിറ്റ് ചെയ്യായിരുന്നു. നമുക്ക് ബ്ലാക്ക് ഫ്രൈഡേഴ്സ് സെന്റ് പോൾസിനടുത്ത് ലണ്ടനിലെ ബ്ലാക്ക് ഫ്രൈഡേഴ്സ് എന്ന് പറയുന്ന ചെറിയ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ സർവീസ് നടത്തിക്കൊണ്ടിരുന്നതാണ്. തിരുമേനി ഒരു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രത്യേക ചിന്ത ഒരു ദർശനമായ തിരുമേനിക്ക് ഉണ്ടായിരുന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ തിരുമേനിയുടെ സാധാരണ അധ്യാപകരുടെ മനോഭാവം ഒന്നും അല്ലായിരുന്നു. തിരുമേനിയുടെ കൃത്യനിഷ്ഠ, അതുപോലെ സമയനിഷ്ഠ, സൗഹൃദ മനോഭാവം എന്നെല്ലാം ഉള്ള ഒരു അവസ്ഥയിൽ തിരുമേനിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആവശ്യമില്ലാത്തത് സമയം ചെലവഴിക്കാൻ തിരുമേനിക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തിരുമേനി പ്രോത്സാഹിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാമല്ലോ, തിരുമേനിക്ക് പഠിപ്പിക്കണം, അതുപോലെ പുറത്ത് നടക്കുന്ന സെമിനാർ, അതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ നിർവഹിക്കണം. അതുപോലെ അതിനുള്ള ലേഖനങ്ങൾ എഴുതണം. അതിനൊക്കെ ഉള്ളതായ ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് തിരുമേനി പിന്നീട് കൂടുതൽ ആവശ്യമുള്ള സംസാരത്തിന് തിരുമേനി സമയം കൊടുക്കത്തില്ലായിരുന്നു. അതുപോലെ പ്രാദേശികവും ദേശീയവും അതുപോലെ അന്തർദേശീയമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ യാത്രയ്ക്ക് വേണ്ട ക്രമീകരണം ചെയ്യണം എന്നുള്ളതാണ്. തിരുമേനിക്ക് സമയം കണ്ടെത്താൻ ഇരുന്നുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ പോലെ പാഴ് വർത്തമാനങ്ങൾക്കൊന്നും സമയം കിട്ടുന്നില്ലായിരുന്നു എന്ന് അവൻ ചോദിച്ചാൽ അതിന് ഉത്തരം പറയും എന്നല്ലാതെ കണ്ട് കൂടുതലായിട്ട് അതിനെപ്പറ്റി കൂടുതൽ തിരുമേനി ഇൻവോൾവ് ആകത്തില്ല എന്നുള്ളതാണ്. സാറിന് പറയുമ്പോൾ സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളും തിരുമേനി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം കിട്ടുന്നതാണ്. മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സവിശേഷത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു ചോദ്യം പിന്നീട് ചോദിച്ചാൽ അനുത്തരം തിരുമേനി പറയാറിരിക്കത്തില്ല കേട്ടോ. ഒരു പ്രയാസമില്ലാതെ കണ്ട് നമുക്ക് വേണ്ടുന്ന, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്കത് ഏത് ഫീൽഡാണെങ്കിലും, അതിപ്പം മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ന്യൂറോ സയൻസ് ആണെങ്കിലും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ സ്പേസിനെ പറ്റിയാണെങ്കിലും അത് തിയോളജിയും ഫിലോസഫിയും മാത്രമല്ല തിരുമേനിക്ക് അറിയാത്ത ഫീൽഡ് ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതുപോലൊരു പിന്നീട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള വ്യക്തിത്വത്തെ നമുക്ക് നമ്മുടെ സഭയെ കാണാനായിട്ട് സാധിക്കുന്നില്ല, സമൂഹത്തിലും കാണാൻ സാധിക്കുന്നില്ല എന്ന് പ്രത്യേകിച്ച്. ശശി തരൂർ നമ്മുടെ ഇവിടെ MLA ഉണ്ടല്ലോ, MP ഉണ്ടല്ലോ, അദ്ദേഹം ഒരു വ്യത്യസ്ത വ്യക്തിയാണ്. അതിനെക്കാട്ടിലൊക്കെ ഉപരിയായിരുന്നു തിരുമേനിയുടെ. തിരുമേനി എന്ന് വെച്ചാൽ റിലീജിയസ് ലീഡേഴ്സിനോടാണെങ്കിലും, അതുപോലെ പൊളിറ്റിക്കൽ ആയിട്ടാണെങ്കിലും, അതുപോലെ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള ആണെങ്കിലും എല്ലായിടത്തും തിരുമേനി ഇൻവോൾവ് ആയിരുന്നുള്ളതാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കും. എവിടെ ചെന്നാലും തിരുമേനിക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അത് സ്പേസ് അവർ കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അത് വലിയൊരു അച്ചീവ്മെന്റ് നമ്മുടെ സഭയിൽ. അത് പ്രത്യേകിച്ച് ഓർക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. എനിക്ക് അത്രയും കാര്യങ്ങൾ പിന്നെ സിമ്പിൾ ലൈഫ്. ഇന്നത്തെ പിന്നീട് നമ്മൾ കാണുന്ന മേൽപ്പട്ടക്കാരെ പോലെ പട്ടക്കാരെ പോലെ നിലകൾ തിരുമേനി തന്നെത്താനെ പിന്നീട് ചെറിയൊരു കിച്ചൺ പോൾ ഉണ്ടായിരുന്നു. തിരുമേനി ഞാൻ വന്ന സമയത്ത് താമസിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ജനക്പുരിലായിരുന്നു. ജനക്പുരി ചാപ്പല് പള്ളി പണിയ സമയത്ത് തിരുമേനി അന്ന് ഇതുപോലെ ഭദ്രാസനം പിന്നീട് സെക്യൂർഡ് ആയിട്ടുള്ളതൊന്നും അല്ലായിരുന്നു. ആദ്യം താമസിക്കുന്നത് നമ്മുടെ ഹൗസ് കാസിലെ താഴെയുള്ള ആ സിംഗിൾ റൂമിലാണ് കേട്ടോ. ഒരു പോയി കണ്ടു കാണുമല്ലോ. അതുപോലെ രണ്ടാമത് തിരുമേനി താമസിക്കുന്നതാണ് ഈ ജനക്പുരി പള്ളി പണി സമയത്ത് തിരുമേനിക്ക് വേണ്ടി താമസിക്കാനായിട്ട് അപ്സ്റ്റെയറിൽ ഒരു ചെറിയൊരു അക്കോമഡേഷനും ഒരു ചെറിയ വിസിറ്റിംഗ് റൂമും ഒരു ചെറിയ കിച്ചൺ ഉണ്ടാകും. അവിടെ ചായ ഉണ്ടാക്കുന്നതും കാപ്പി ഉണ്ടാക്കുന്നതും സൂപ്പ് ഉണ്ടാക്കുന്നതും ഓട്സ് ഉണ്ടാക്കുന്നതും ഒക്കെ തിരുമേനാണ്. തിരുമേനി ഞാനൊരു കിച്ചൺ എനിക്ക് തന്നെ തിരുമേനി ചായ ഉണ്ടാക്കി തന്നതാണ്. മനസ്സിലാകുന്നുണ്ട്. അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു തിരുമേനിയുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാണ്. അതുപോലെ നമ്മുടെ കൂടെ സെമിനാറിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡൽഹി ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ ടേബിൾ ടെന്നീസ് തിരുമേനി കളിക്കുക. കാരണം നമ്മളെന്ന് അകന്നല്ല തിരുമേനി താമസിക്കുന്നത്. നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഒരനുഭവമാണ്. ടേബിൾ ടെന്നീസ് കളിക്കാറുണ്ട്. കുറച്ച് സമയം തിരുമേനി മറ്റൊന്നും എക്സസൈസ് അല്ലേ, സമയമുള്ള ഇച്ചിരി നടക്കാനായിട്ട് വന്നിട്ട് ആത്മഹത്യ ടേബിൾ ടെന്നീസ് കളിക്കുന്നതാണ്. അതും ഞാൻ ആ രീതിയിൽ തിരുമേനിയോട് ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് കാണാനായിട്ട് എനിക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഭദ്രാസന തലത്തിൽ തിരുമേനിയുടെ ലീഡർഷിപ്പ്
അത് ക്വാളിറ്റീസിനെ പറ്റി ഒന്ന് പറയാമോ? ഭദ്രാസനം നമുക്കെല്ലാം എൻകറേജിങ് ആച്ചു. നമ്മൾ തിരുമേനി പ്ലസ് മൈനസ് എന്ന് നോക്കത്തുള്ളൂ. തിരുമേനി ശരിയായിട്ടുള്ളതിനെ ഒരിക്കലും തിരുമേനി മാറ്റിക്കളയത്തില്ലെന്നുള്ളതാണ്. ഞാൻ ഷാർജ ചെന്ന് ഈ ഡൽഹിയിൽ എനിക്ക് ഭരണം വികാരിയാണ്. ഞാനൊരു അസിസ്റ്റന്റ് വികാരിയായിട്ട് ഹൗസ് കാസിലായിരുന്നു. മറ്റേ ഭരണമുള്ള സമയത്താണ് അവിടെയും തിരുമേനിക്ക് കറക്റ്റ് ആണെങ്കിൽ അതിന് തിരുമേനി അതിന്റെ കൂടെ തന്നെ നിൽക്കുന്നുള്ളതാണ്. അത് ഏത് പിന്നെ ആണെങ്കിലും തിരുമേനി അവന് ഓശാന പാടത്തില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് പോലെ എനിക്ക് വളരെ സന്തോഷം ആ കാര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് പ്ലസ് മൈനസ് കാര്യങ്ങളുണ്ടല്ലോ. തിരുമേനി എപ്പോഴും ആ പ്ലസിന്റെ കൂടെ ആയിരിക്കുന്നുള്ളതാണ്. കറക്റ്റ് ആണെങ്കിൽ തിരുമേനി അതിന്റെ കൂടെ തന്നെ നിൽക്കുന്നുള്ളതാണ്. ഹൗസ് കാസിൽ എനിക്കറിയാം. ഹൗസ് കാസിൽ ഞാനൊരു ജനറൽ ബോഡി അവിടെ തിരിച്ചു വേണ്ടി വന്നതല്ല. പിന്നെ തിരുമേനി വന്ന അത് പിന്നീട് ജനറൽ ബോഡി വിളിച്ചു പൊട്ടിയത് മനസ്സിലാകും. കാരണം തിരുമേനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അതേ സ്റ്റാൻഡിൽ തന്നെ തിരുമേനി നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അന്നേരം ആ രീതിയിൽ അതുപോലെ ഞാൻ UK സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ സഭയുടെ ഒരു യൂറോപ്പിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് നമ്മള് UK ഞാനിരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നുണ്ട്. ആൾക്കാർ പറയാം, പക്ഷെ കുറച്ച് ഡോക്ടർമാരൊക്കെ വളരെ എതിരായിട്ട് തിരുമേനി സപ്പോർട്ട് ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു പോലും ഇതിനെതിരായിരുന്നു. പക്ഷെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. അന്നേരം 50,000 പിന്നെ പൗണ്ട് കളക്ട് ചെയ്യാന്നുള്ളത് ഒരു പ്രോമിസ് ആൾക്കാർ നമ്മൾ എഴുതി വാങ്ങിച്ചു. മനസ്സിലാകുന്നുണ്ട്. ആ തിരുമേനിയുടെ അവസാനത്തെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അവസാനത്തെ കൽപ്പനയാണ്. നമുക്ക് പിന്നെ ന്യൂബറി പാർക്കില് UK നമുക്കൊരു വീട് വാങ്ങിക്കാനുള്ളത് 3 ബെഡ്റൂം അക്കോമഡേഷനുള്ള വീട് നമ്മൾ വാങ്ങിച്ചതാണ്. അത് 80,000 പൗണ്ട്സിനാണ് വാങ്ങിച്ചത്. 5 വർഷം കഴിഞ്ഞപ്പം അത് അവർ വിറ്റു. അത് 2,000 സംതിങ് പൗണ്ട്സിന് അത് വിറ്റത് മനസ്സിലാകുന്നു. അതിനുശേഷമാണ് അവര് റോഡിനടുത്ത് ന്യൂബറി പാർക്കിൽ അവര് ആദ്യത്തെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് നമ്മുടെ ഒരു പള്ളിയും ഒക്കെ ആയിട്ട് അവിടെ ഒന്നുകൂടെ വിശാലമായിട്ടാണ്. അന്നേരം അങ്ങനെയുള്ളൊരു അന്നേരം തിരുമേനിക്ക് ഓശാന പാടുന്നവരല്ല തിരുമേനി ചെയ്ത് നമ്മുടെ ഫാക്ട്സ് അനുസരിച്ച് തിരുമനസ് അത് അപ്രൂവ് ചെയ്യുകയും അതിനുശേഷം ബാങ്കിലേക്ക് നമുക്ക് 50 നമുക്കുള്ളത്, ബാക്കിയുള്ള 30 ലോൺ എടുക്കാനുള്ളതായ പെർമിഷൻ തിരുമേനി തന്നു. ആ ലോൺ 2 വർഷം അടച്ചു തീർക്കുകയും ചെയ്യുന്നുള്ളതാണ്. അതിനുശേഷം തിരുമേനി ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്ന സമയത്താണ് തിരുമേനിക്ക് സ്റ്റോക്ക് ഉണ്ടായിട്ട് അവിടെ ആ സമയത്ത് ഞാൻ തിരുമനസിനെ ഞാൻ അവിടെ പോയി കണ്ടു. പിന്നീട് ഫ്രാങ്ക്ഫർട്ടിൽ ഞാൻ UK സമയത്ത് അതുകൊണ്ട് തിരുമനസിനെ പോയി കണ്ടു. 2 ദിവസം അവിടെ താമസിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു പോരും. തിരുമനസ് പിന്നെ സുഖമായതിനു ശേഷം പിന്നെ തിരിച്ചു വരികയാണ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തിരുമേനി എനിക്കൊരു പ്രയാസം വന്നിട്ടില്ല തിരുമനസിന്റെ ആയിട്ടുള്ള ബന്ധത്തില്. ശകാരം പോലും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഇതായത് കൊണ്ട് തിരുമേനിക്ക് അറിയാം നമ്മളെ പിന്നീട് പിന്നെ എന്താ ഉടായ്പൊന്നും ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തിരുമേനിക്ക് മനസ്സിലായി ഞാൻ ഉടായ്പൊന്നും ചെയ്യുന്നില്ല. കാര്യങ്ങൾക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, പിന്നീട് സിൻസിയറായിട്ടാണ്. അതുകൊണ്ട് സഭയ്ക്ക് എന്നെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല തിരുമേനി സഭയില്ല. അതുകൊണ്ട് ഞാൻ ജയ്പൂർ പോകുന്ന സമയത്ത് ഇതുപോലെ ഞാൻ ഷാർജയിൽ നിന്ന് പോകുന്ന സമയത്ത് ജയ്പൂരിൽ പോകുന്ന സമയത്ത് തിരുമനസ് പറഞ്ഞു അമ്മാടെ അലിച്ച് കാശുണ്ട് കേട്ടോ, അത് വെളുങ്ങുന്ന. അതുകൊണ്ട് 6 മാസം കൊണ്ട് ജയ്പൂരിലെ പള്ളിയുടെ സ്ട്രക്ചർ നമ്മുടെ ജേക്കബ് എബ്രഹാച്ചിനാ നിർവഹിച്ചത്. അവിടെ പറഞ്ഞ പ്രശ്നമൊക്കെ ആയിരുന്നു. അതിനുശേഷം എന്നോട് പറഞ്ഞു അവിടെ വെച്ച് കാശ് കണ്ട തീർക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ ചെന്നിട്ട് ആ ഫസ്റ്റിൽ തന്നെ കമ്മിറ്റി വിളിച്ചു വിട്ടിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ട ഫർദർ പ്ലാൻ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പിന്നീട് എന്താ നമുക്കിതിന്റെ ഈ ഫിനിഷിങ് നടത്തരുത്. 6 മാസം കൊണ്ട് അതിന്റെ ഫിനിഷിങ് ചെയ്തെന്ന് വെച്ചാൽ പ്ലാസ്റ്ററിങ് ആണെങ്കിലും ഫ്ലോറിങ് ആണെങ്കിലും വുഡ് വർക്ക് ആണെങ്കിലും എല്ലാം ഇൻ ആൻഡ് ഔട്ട് സൈഡ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുന്നത്. അവർക്ക് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ UK പോന്നു 90-ൽ. 6 മാസമുള്ളായിരുന്നു, ജസ്റ്റ് മാസമാണ്. ഓരോ മാസവും അവർ ഡിസൈഡ് ചെയ്തു. ഓരോ വീട്ടിലും പോയി നമ്മൾ പിന്നീട് സബ്സിഡി വാങ്ങിക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ ശമ്പളം വളരെ കുറവാണ്. 1000, 400, 500 രൂപയൊക്കെയാണ് ശമ്പളം എന്നുള്ളത്. അതും പാവത്തുങ്ങളല്ലേ, വലിയ പിന്നെ ഇൻഡസ്ട്രീസോ അല്ലെങ്കിൽ നല്ല ബ്യൂറോക്രാറ്റ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. സാധാരണക്കാരാണ്. ചില ക്ലർക്കുമാരോ നഴ്സുമാരൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അവർ പ്രൈവറ്റിലേക്ക് വർക്ക് ചെയ്യുന്നത്. അവർ 50, 100 തന്നിരിക്കുന്നു എന്നുള്ളതാണ്. 100, 150 വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അത്രയും ഓരോ മാസം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായിട്ടും പോയി കിട്ടാൻ സാധിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു തിരുമേനിയുടെ ആ ഒരു സപ്പോർട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉദയപൂർ പോകുമ്പോഴും അതുപോലെയാണ്. അവരൊന്നുമില്ല കേട്ടോ, 10 പേരേ ഉള്ളൂ പാവത്തുങ്ങൾ.
2 3 പേരുണ്ട് ലെക്ചറായിട്ടും പിന്നെ യൂണിവേഴ്സിറ്റിയൊക്കെ ജോലി ചെയ്യുന്നവർ, പ്രൊഫസർ 2 3 പേര്, ബാക്കിയുള്ള ഉണ്ട്. പക്ഷെ ആ 20 പേരാണ് ഉദയ്പൂരിലെ സ്കൂളിൽ. ഞാൻ കുറച്ചൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കാൻ സാധിച്ചു. എനിക്കും വളരെ പങ്കുണ്ട്. ഇപ്പം ആ സ്റ്റേറ്റിൽ നമ്പർ 1 ആ സ്കൂൾസിൽ ഒരെണ്ണമാണ് നമ്മുടെ സെന്റ് ഗ്രൂസ്. 3000 കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന, മനസ്സിലാകുന്നത്. അവിടെ സഹായിച്ച് മിസ് എബ്രഹാം എന്ന് പറയുന്ന ഒരു ടീച്ചർ, അവര് റിട്ടയർഡ് എഡ്യൂക്കേഷൻ ഇൻസ്പെക്ടർ. നമുക്ക് വലിയ സന്തോഷം. ഒരു പൈസ പോലും വാങ്ങിക്കത്തില്ലായിരുന്നു. എനിക്ക് വലിയ ചായ പോലും കുടിക്കുന്നത്, ഒരു ചായ പോലും അവർ ക്ലാസ് കൊണ്ടുവന്നാണ് അവരുടെ ചായ കുടിക്കുന്നത്, മനസ്സിലാകുന്നു. ആ രീതിയിൽ നമ്മുടെ സഭയ്ക്ക് ഒരുപാട് ചെയ്ത്, അവര് ആക്ച്വലി CSI കാരനാണ് നമ്മുടെ, പക്ഷെ അവരുടെ റിലേറ്റീവ്സ് നമ്മുടെ മെമ്പറാണ്. അങ്ങനെ നമ്മൾ ചർച്ചുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാധിക്കും. അവിടെ അരുൺ സക്രിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കുടുംബം പിന്നീട് ആണ്. അദ്ദേഹം ഈ അരുൺ സക്രിയ പല രീതിയിലും ഈ സ്കൂളിന്റെ മാനേജ്മെന്റിന് വേണ്ടി സഹായിച്ച വ്യക്തിയാണ്. അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അദ്ദേഹത്തിന് ആന്റിയായിരിക്കുന്ന ഈ മിസ് എബ്രഹാം എന്ന് പറയുന്ന അമ്മച്ചിയാണെന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് അതിന്റെ അടുത്ത് പറയുന്നത്. അച്ഛൻ്റെ റംബാച്ചൻ്റെ മാസ്റ്റേഴ്സും ഡോക്ടറൽ സ്റ്റഡീസിൽ തിരുമേനിയുടെ ചിന്തകളെ ആസ്പദമാക്കി എങ്ങനെയാണ് അത് കൂട്ടിച്ചേർത്തത്? ഇതിനായി ബന്ധപ്പെട്ട് തിരുമേനിയുടെ ഒരുപാട് എഴുത്തുകളില്ലേ, തിരുമേനിയുടെ പുസ്തകങ്ങളും ഇതുപോലെ ചിന്തകളാക്കി ആ രീതിയിൽ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ അതിൽ MTHന്റെ എൻ്റെ തീസസ് ടുവേർഡ് യൂക്കറിസ്റ്റിക് അലനോടി, അതല്ല എൻ്റെ MTHന്റെ ദി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ ഇൻ ദി റൈറ്റിംഗ്സ് ഓഫ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ആണ് മനസ്സിലാകുന്നുണ്ട്. അതാ ഞാൻ തിരുമേനി മനുഷ്യനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു. എൻ്റെ BDയുടെ ഫ്രീഡത്തെ, തിരുമേനിയുടെ ഫ്രീഡം ആൻഡ് അതോറിറ്റി പുസ്തകം ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്ത് ഹ്യൂമൻ ഫ്രീഡത്തെ പറ്റിയാണ് ഞാൻ എൻ്റെ BDക്ക് ഞാൻ തീസ് എഴുതിയത്. ഇതാണ് ചെയ്യുന്നതാണ്. അന്നേരം തിരുമേനിയുടെ ആ കൺസെപ്റ്റ്, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ജീവിയല്ല. മനുഷ്യനെ നമ്മള് പിന്നെ 8ാം സങ്കീർത്തനത്തിൽ നമ്മൾ പറയുന്നില്ലേ, എന്താണ് മനുഷ്യനെ അല്പം മാത്രം താഴ്ത്തി, അതല്ലേ പറയുന്നത്. അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് അവനെ അധിപതിയാക്കി, പിന്നെ സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് പറയുന്നില്ലേ. എന്നുവെച്ചാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് വെറും ഒരു ജീവിയായിട്ടല്ല. അതിൽ നമ്മൾ ഫസ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നത് ടു ടിൽ ആൻഡ് കീപ്പ് എന്ന. അന്നേരം ഈ പ്രകൃതിയെ പരിപൂർണമായിട്ടും പരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ ലോകത്തിലെ ജീവി എന്നുള്ളതിൽ മറ്റൊന്നിനല്ല, അത് മനുഷ്യനാണ്. കാരണം അവന്റെ തേജസ്സിലും മഹത്വത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഭൂമിയിലെ മണ്ണെടുത്തല്ലേ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അന്നേരം മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടും മനുഷ്യനോടും ഈ ഭൂമിയോടും പ്രകൃതിയോടും ഇങ്ങനെ സന്തുലിതാവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് തിരുമേനി അതിനെ കാണിച്ചിരിക്കുന്നതാണ്. അന്നേരം അതുകൊണ്ട് എനിക്ക് ആ തിരുമേനിയുടെ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ MTHന് തിരുമേനിയുടെ ഈ ഹ്യൂമൻ കൺസെപ്റ്റിനെ പറ്റിയുള്ള ആ ഒരു ആസ്പെക്ട് എടുത്തിട്ട് പഠിച്ചെന്നുള്ളതാണ്. രണ്ടാമത് DTH എന്ന് പറയുന്നത് യൂക്കറിസ്റ്റിക് ഇക്കോളജി, എ തിയോളജിക്കൽ ക്രിട്ടിക് ഓഫ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ ആൻഡ് നേച്ചർ ഇൻ ദി റൈറ്റിംഗ്സ് ഓഫ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് എന്നുള്ളതാണ് ഞാൻ എൻ്റെ DTHന്റെ എൻ്റെ ടൈറ്റിൽ ആണ്. The purpose of creation of human is to participate in the creative activity of God and towards his being. അതാ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള. മനുഷ്യൻ എന്ന് പറയുന്ന സമയത്ത് പറയുന്നത് ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒന്ന് ഡിവൈൻ പ്രസൻസാണ്, മനസ്സിലാകുന്നത്. രണ്ടാമത് പറയുന്നത് ക്രൗൺ ഓഫ് ക്രിയേഷൻ. അതുപോലെ ഹ്യൂമൻ ഈസ് എ സ്റ്റിവാർഡ്, ഷെപ്പേർഡ്, കിങ്, ലോർഡ്, മാസ്റ്റർ, ഹെയർ, അതുപോലെ മീഡിയേറ്റർ, പ്രീസ്റ്റ്, കോ ക്രിയേറ്റർ വിത്ത് ദ ക്രിയേറ്റർ ആൻഡ് സോ ഓൺ. അങ്ങനെയുള്ള രീതിയിലാണ് തിരുമേനി മനുഷ്യനെ പറ്റി പറയുന്നതാണ്. ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്. അത് കുറച്ചുകൂടി വായിക്കും. Among them, priestly characteristics is most attracted in his teaching. The human's mediating presence and royal stature is emphasized in her royal priesthood. Human is the mediator between God and universe. As the divine presence on earth
The human takes the fruits of earth and offers to the Creator as worship. The received blessings are shared with the creation. In the worship, human faces both to the Creator and the creation. Priest in the model of Christ sheds life for others. Human in Christ is like Christ himself, shedding life for others, growing to the stature of a good shepherd, the Lord Christ. നമ്മളതിനെ പറ്റി തിരുമേനിയുടെ ചിന്തകളുടെ ഞാൻ എൻ്റെ മനസ്സ് ആസ്പെക്റ്റിലേക്ക് വന്നിരിക്കുന്നതാണ്. നമ്മൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മൾ മ്യൂച്വലി സപ്പോർട്ടീവാണ്. മ്യൂച്വലി സപ്പോർട്ടീവ് അല്ലാണ്ട് ഒരു ജീവിക്കും ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കത്തില്ല. അത് പ്രത്യേകിച്ചും ഓർക്കണം. രണ്ടാമത് നാം കാണുന്ന വെച്ചാൽ നമ്മൾ ഒരു റെഫറൻഷ്യൽ ആസ്പെക്റ്റിൽ നമ്മൾ പോകണം എന്നുള്ളതാണ്. ആ റെഫറൻഷ്യൽ ആസ്പെക്ട് പോകുമ്പോഴാണ് നമ്മുടെ യൂക്കറിസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ്. ഇന്നെല്ലാം കർമ്മമായിട്ട് പോകുന്ന വെച്ചാൽ കർമ്മത്തിനുപരിയായിട്ട് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആണ് സാർ. അങ്ങനെ മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധവും പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും ഈക്വലായിട്ട് വരുന്നു. നമ്മുടെ യേശുദാൻ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്നായ പിതാ സദ്ഗുണപൂർണ്ണ, നിങ്ങൾ ഈ ലോകത്തിൽ സദ്ഗുണപൂർണ്ണ എന്ന് പറയുന്നത്. ആ സദ്ഗുണപൂർണ്ണത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ ജീവിക്കണം. ഒന്ന്, നമ്മൾ ക്രിയേറ്ററോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം, ക്രിയേഷനോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ മനുഷ്യൻ അവന്റെ ഒരു പ്രധാനപ്പെട്ട പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നു. ആ പ്രീസ്റ്റ്ലി ഒക്കേഷൻ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രകൃതി ദൈവത്തിന്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രകൃതിയെ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരു വാക്കൂടെ പറയും, എനിക്ക് കാണാൻ സാധിക്കും, ഇന്ന് ഈ മനുഷ്യന് യഥാർത്ഥമായ വൊക്കേഷൻ ഇല്ലെന്നുള്ളതാണ്. ഒന്നിൽ അവന്റെ അഹങ്കാരമോ തന്നിഷ്ടം കൊണ്ടോ, ഞാൻ പറയും ഓരോ ജീവിക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമ്മുടെ ഇന്നത്തെ കൺസെപ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ ലോകത്തിൽ കൺസെപ്റ്റ് അനുസരിച്ച് ഇത് ഓരോരുത്തരും പ്രൈവറ്റ് കോർപ്പറേറ്റ് ആയിട്ട് മാറ്റുക ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് വിദ്വേഷയും എൻമിറ്റിയും മറ്റ് ക്രൂവൽറ്റിയും അതുപോലെ ഈ അട്രോസിറ്റീസ് ഒക്കെ സമൂഹത്തിലുണ്ടാകുന്നു. അവരുടെ ആവശ്യമില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, മറ്റു ജീവികളെ സൃഷ്ടിക്കുന്നു, അത് സർവൈവ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ. അതിനാരും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം. പിന്നെ ഓരോരുത്തർ സുരക്ഷിതത്തെ അവരെടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഈ പിന്നീട് കൊലയെ പറ്റിയോ അല്ലെങ്കിൽ യുദ്ധത്തെ പറ്റിയോ ഒക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തിരുമേനിക്കാണെങ്കിലും അതിന് വലിയ താല്പര്യമുള്ള കാര്യമാണെന്ന് തോന്നുന്നു. ഈ നമ്മുടെ ഐഡിയോളജി ആണെങ്കിലും നമ്മുടെ റിലിജിയോസിറ്റി ആണെങ്കിലും മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. അനിഹിലേഷൻ അല്ല നമ്മുടെ ജീവിതം. ഇൻസ്റ്റെഡ് ഓഫ് അനിഹിലേഷൻ വി ഷുഡ് ക്രിയേറ്റ് ഫെസിലിറ്റീസ് ഫോർ ബൂസ്റ്റിംഗ് ദ സൊസൈറ്റി or boosting the nature and encouraging the relationship and strengthening the community. ആ രീതിയിൽ നമ്മൾ പോകണം. അല്ലാണ്ട് മതത്തിന്റെ പേരിൽ കൊല്ലുക, അല്ലെങ്കിൽ ഐഡിയോളജി പേരിൽ കൊല്ലുക, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഓപ്പോസിറ്റ് വ്യക്തിത്വത്തിന്റെ പേരിൽ അവരെ അനുകരിക്കുക. അതൊന്നും എനിക്കൊന്നും തിരുമേനി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ സ്ക്രിപ്ചർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഉണ്ടായിരുന്നു, പക്ഷെ ന്യൂ ടെസ്റ്റമെന്റിൽ കാണുന്നില്ല. യേശുദമ്പുരാൻ ആരെങ്കിലും ഉപദ്രവിച്ചായിട്ട് തോന്നുന്നില്ല. അവരൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നത് പോലും കണ്ടുന്നില്ല. പത്രോസിനോട് മാത്രം പറയുന്നത് നീ സാത്താൻ എന്ന് വിളിക്കുന്നല്ലേ. പിന്നീട് യൂദാട് പറയുന്നത് നീ ചെയ്യാനുള്ള എത്രയും പെട്ടെന്ന് ചെയ്യാനാ പറയുന്നത്, മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കൽ ചെയ്യുന്നു. നമുക്കൊരു ദേഷ്യം വരുന്ന സമയത്ത് ഉടനെ ശിക്ഷിക്കുക ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ട്. ശിക്ഷ എന്ത് വന്നാലും ഞാൻ സഹിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ക്രിസ്തുവിന്റെ ഒരു ഫോളോവർ എന്നുള്ള നിലയിൽ നമ്മളുടെ കഷ്ടതകൾ സഹിക്കുന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതാ കാണുന്നത്. വെച്ചാൽ എനിക്ക് പിന്നീട് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷെ സഹിക്കുക എന്നുള്ളതല്ല. നമ്മൾ അതിനെപ്പറ്റി പ്രതികരിച്ച കാര്യമൊന്നുമില്ല. ലോകത്തിന്റെ വഴിയുണ്ട്, ദൈവത്തിന്റെ വഴി വേറെയാണെന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ട്. വേറെ യേശുദമ്പുരാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അല്ല മറ്റൊന്നുമല്ല, സ്വാർത്ഥയൊന്നുമില്ല. ഞാൻ രാജാവാണെങ്കിൽ തന്നെയും ഞാൻ രാജകീയമായിട്ടുള്ള അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ തന്നെയും ഞാൻ നിങ്ങളെക്കാട്ടിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു പ്രജയായിട്ടിവിടെ കഴിയുന്നു മാത്രമേ മനസ്സിലാകുന്നുണ്ട്. ഇപ്പം ഒരു ചിന്താഗതിയുണ്ട്, പ്രജയാണോ പൗരനാണോ? നമ്മളെല്ലാം പൗരന്മാരാച്ചു. ഒരു കൊച്ചു ജീവി പോലും ഈ ലോകത്തിലെ പൗരനാണ്, അതിന് ജീവിക്കാണെന്നില്ല. പക്ഷേ ഈ പ്രജയും പൗരൻ എന്നുള്ളതായിരുന്ന ആ ഡിഫറൻസ് രാജകീയമായിട്ടുള്ള അത് ഇന്നും നമ്മുടെ സഭയെ പോലും നിലനിൽക്കുന്നതാണ്. മനസ്സിലാകുന്നത്. നമ്മളെല്ലാവരെയും പ്രജയായിട്ട് കാണുന്നു ഇല്ലേ? ബിഷപ്പ് മറ്റുള്ള കാണുന്നെങ്ങനെ, കത്തനാരന്മാർ മറ്റുള്ള കാണുന്നെങ്ങനെ?
പ്രജയും പിന്നീട് അത് പ്രജയും പിന്നീട് അതുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പൗരനാണ്, എല്ലാവരും പൗരന്മാരാണ്. അതുപോലെ ഈ രാജകീയമായിട്ട് രീതിയിലാണ് ഈ പ്രജയും അതുപോലെ പൗരത്വവും തമ്മിൽ വ്യത്യാസപ്പെടുത്തി മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഞാൻ സാറിന് പറയാറുണ്ട്, യേശുദമ്പുരാന്റെ ഫോളോവേഴ്സ് അല്ല നമ്മുടെ ഈ ഭരിക്കുന്നവരെന്ന്. അവർ കോൺസ്റ്റന്റ് ചക്രവർത്തിയുടെ പിൻഗാമികൾ. മനസ്സിലാകുന്നുണ്ട്. അവരാണ് ഈ ഇങ്ങനെ ആർഭാടം. തിരുമേയുടെ ലൈഫ് തന്നെ എന്ത് സിമ്പിളാണെന്ന് ചിന്തിച്ചു നോക്കിയാണ്. തിരുമേക്ക് ഒരു സ്വർണ്ണ മാലയോ സ്വർണ്ണ കുരിശോ അല്ലെങ്കിൽ സ്വർണ്ണ മോതിരോ ഒന്നും തിരുമേക്കില്ലായിരുന്നു കേട്ടോ. അറിയാം, കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഇതൊന്നുമില്ല. അവിടെ ഇന്നൊരാൾ മയക്കി പിടിച്ചുകൊണ്ടുള്ള പിന്നീട് ഒരാൾ പുസ്തകം പിടിക്കാനും ഒരാളെ മയക്കി പിടിക്കാനും ഉണ്ടെങ്കിൽ ഒരാളിപ്പം പിന്നീട് ആരാധനയെ പങ്കുചേർത്തില്ല. എന്തുകൊണ്ട് തനിക്ക് തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല? ഇതൊരു രാജകീയമായിട്ട് ഭാഗമായിട്ട് രാജകീയമായിട്ടുള്ള ആർഭാടത്തിലെ കാര്യം നടക്കുന്നത്. അതുകൊണ്ട് അതിന് വ്യത്യാസമുണ്ട്. തിരുമേനി വളരെ സിമ്പിളാണ് ആ കാര്യത്തിനൊക്കെ കേട്ടോ. നമ്മുടെ തിരുമേനി ബാഗ് പോലും ഇത്രയും യാത്ര ചെയ്യുന്ന വ്യക്തിയല്ലേ. നമ്മുടെ ബാഗ് എടുക്കണം, നോനോ ഞാൻ എടുക്കാന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. തിരുമേനിക്ക് വയ്യാ സമയത്താണ് പിന്നീട് അനുവദിച്ചിട്ടുള്ളത്. എന്നാലും തിരുമേനി കഴിയുന്ന തിരുമേനി നമ്മുടെ സെമിനാര് 2ാം നില താമസിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ്, അന്നേരം സെക്കൻഡ് ഫ്ലോറിൽ തിരുമേനി താമസിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പെല്ലാം കയറിയിട്ട് അന്ന് ലിഫ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഈ സെറ്റെല്ലാം എടുത്തിട്ട് തിരുമേനെ ബാഗ് എടുത്തിട്ട് പോകുന്നുണ്ട. എയർപോർട്ടിൽ പോകണം, തിരുമേനെ ബാഗ് എടുത്തിട്ടുണ്ട്. അത്രയ്ക്കും സിമ്പിളായിരുന്നു. ഇന്ന് ഡ്രൈവർ വേണം, ഇന്ന് സെക്രട്ടറി വേണം, പിന്നെ ഒരാൾ കൂടെ വേണം. മനസ്സിലാകുന്നുണ്ട്. തന്നെത്താനെ വണ്ടി ഓടിച്ചിട്ടുണ്ട് തിരുമേനി. തിരുമേനി കാര്യം കോട്ടയത്താണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഒക്കെ തിരുമനസ് തന്നെത്താനെയാണ് വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്. അത് എത്ര ദിവസം പോകും, നമ്മളെയും കൊണ്ടുപോകും, ഒരു കുഴപ്പമില്ല കേട്ടോ. അതിനും നമ്മൾ ബാക്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഇരുന്നേക്കത്തുള്ളൂ കാണുന്നുണ്ടെങ്കിൽ. കാരണം ഉണ്ടെങ്കിൽ നിന്നും അതുപോലും തിരുമേനിക്ക് വളരെ കൃത്യനിഷ്ഠയാണെന്ന് വെച്ചാല് എന്റെ കൂടെ തന്നെ ഇരിക്കണം എന്നാണ്. അല്ലാണ്ട് അന്നേരം വേറൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, തിരുമേനി ഡ്രൈവറാക്കിയത് നമ്മളെ എമ്മാനാകണം. അവിടെ തിരുമേനി ഞാൻ പഠിക്കുന്നു, എന്റെ അടുത്ത് വന്നിരിക്കാൻ പറയും, ബാക്കിലായിരിക്കും എന്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറയും. അത് നമ്മുടെ ഒരു അച്ഛന് സുഖമായ സമയത്ത് ആ തിരുമേനി തന്നെയാണ് നമ്മുടെ പിന്നെ ഇന്നത്തെ തുക്ലബാദിലെ സെന്ററിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. മനസ്സിലാവുന്നു. അത് വേറെ ആളല്ല, ഇതിന് അത്രയ്ക്കും നമ്മളോട് എല്ലാം വളരെ എഴുതി ചേർത്ത് പോകുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് തിരുമേനിയെ കാണാനായിട്ട് സാധിച്ചുള്ളത്. തിരുമേനിയുടെ ചിന്തകളും ദർശനങ്ങളും ആ രീതിയിലും വളരെ ശ്രേഷ്ഠമായിരുന്നു ഓർക്കുന്നത്. അവസാനമായി തിരുമേനിയെ കാണുന്ന ഏത് അവസരത്തിലാണ് അച്ഛാ? അത് വളരെ ഇതാച്ച ഞാൻ പിന്നീട് ജയ്പൂരിലായിരിക്കുന്ന സമയത്താ. അതായത് അവിടെ തിരുമേനിയെ കാണണം വല്ലപ്പോഴും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, തിരുമേനി ഞാനും അവിടെ 3 സർവീസ്, അവർക്ക് 4 സർവീസ് വേണമെന്ന് ആഗ്രഹം. അച്ഛന്മാർക്ക് നമ്പർ കുറവാണല്ലോ ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹരിദ്വാർ ചെല്ലാന്ന് പറഞ്ഞു. അന്നേരം അവിടെ കൊച്ചിടവേഗം അവിടെ ഒരു പിന്നീട് അലുമിനിയം ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ ക്യാമ്പസ് നമുക്ക് ചാപ്പൽ ഉണ്ടായിരുന്നു. ഒരു എല്ലാവർക്കും കൂടെയുള്ള ചാപ്പലാണ്. നമുക്കും അവിടെ കുർബാന ചെല്ലാം, നമ്മുടെ സ്റ്റേണൻസ് മാസത്തിലൊരിക്കൽ. അങ്ങനെ ഹരിദ്വാറിൽ പോയിട്ട് ഞാൻ ഡൽഹി വന്ന് തിരുമനസിന്റെ അരമനയെ താമസിച്ചില്ല കേട്ടോ. ഞാൻ ഒരു 4 മണി അടുപ്പിച്ച അത് ഉച്ച കഴിഞ്ഞാൽ ഞാൻ വന്നു പോകും. അതിനുശേഷം തിരുമനസ് വൈകിട്ട് ഞാൻ കണ്ട് ആ സമയത്ത് തിരുമേനി പറഞ്ഞ് കൈമുത്തിട്ട് പറഞ്ഞ് പിന്നെ തോമസ് അയച്ചാൽ ഞാൻ ഇച്ചിരി തിരക്കില്ല. തിരുമേനി ആ ടേബിളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരിക്കാം. 2 ബുക്സൊക്കെ വലിയ ചെട്ടിയായിരുന്നു. ചുമ്മാ അങ്ങോട്ട് വാരിയിടുന്നത് തിരുമേനി ഇഷ്ടമല്ല. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി പറക്കി വെക്കുമായിരുന്നു. കാരണം തിരുമേനി ആ മേശയല്ലേ വെക്കാറ്. എനിക്ക് വളരെ സങ്കടം തോന്നി വെച്ചാൽ ഞാൻ തിരിച്ച് പിന്നെ ജയ്പൂരിൽ വന്ന് പിറ്റേന്ന് കുർബാന ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ഡേറ്റ് ഓർക്കുന്നില്ല, അതോ പ്രത്യേക ഡേറ്റ് വല്ലാന്ന് തോന്നുന്നു. അന്ന് പിറ്റേന്ന് കുർബാന ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി 2:30 ആയപ്പോഴ് എനിക്ക് മെസ്സേജ് വരുന്നു, തിരുമേനി കാലം ചെയ്തു. പെട്ടെന്നായിരുന്നു തിരുമേനിയുടെ മരണം എന്നുള്ളത്. അവിടെ തിരുമേനി അതിനുശേഷം ഞാൻ ഇവിടെ സർവീസ് കഴിഞ്ഞ് ജയ്പൂരിൽ അന്ന് ഞാൻ ഡൽഹി പോയി. പിറ്റേന്ന് അന്ന് തന്നെ പിന്നീട് തിരുമേനിയുടെ പിന്നീട് ഭൗതിക ശരീരമായിട്ട് ഞാൻ കോട്ടയത്ത് വന്നു. അവനൊരു ഹെലികോപ്റ്റർ അറേഞ്ച് ചെയ്തായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞത് തിരുമേനിയുടെ റിലേഷൻഷിപ്പ് ആത്മീയമായിട്ട് മാത്രമല്ല, കരുണാകരനുമായിട്ട് നമ്മുടെ അന്നത്തെ CM ആയിട്ട് വല്ല ബന്ധമായിരുന്നു. അദ്ദേഹം പിന്നെ ഡൽഹിയിൽ കോണ്ടാക്ട് ചെയ്ത് ആർമി എയർഫോഴ്സിന്റെ ആണെന്ന് തോന്നുന്നു, നമുക്കൊരു ഒരു ചാർട്ടേഡ് പിന്നീട് എയർക്രാഫ്റ്റ് അത് ഫ്രീ ആയിട്ടാണ് കേട്ടത്.
അങ്ങനെ അന്ന് കണ്ട് 35 ലക്ഷം അങ്ങോട്ട് വേണം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതെല്ലാം ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ, വാങ്ങിച്ചില്ല. സിനിമയ്ക്ക് അത്രയ്ക്കും എല്ലാവരോടും ബന്ധമായിരുന്നു. കർണാടകനാണെങ്കിൽ അതുപോലെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് എനിക്കൊന്ന് പിന്നെ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അവരുമായിട്ടൊക്കെ നല്ല ബന്ധമായതുകൊണ്ട് അത് തിരുമേനിക്ക് ഈ ബന്ധങ്ങളെല്ലാം തിരുമേനി സഹായിച്ചെന്നുള്ളതാണ്. അത് ഞാൻ തിരുമേനിയുടെ ഭൗതികശരീരമായിട്ട് തന്നെ എയർപോർട്ടിൽ വന്ന് കോട്ടയത്ത് വന്ന് അതിന് ശുശ്രൂഷയ്ക്കെല്ലാം പങ്കുചേർന്നു. അതിനുശേഷം പിന്നെ സെയിം ഫ്ലൈറ്റിൽ തന്നെ ഫ്ലൈറ്റിൽ തന്നെ ഡൽഹിക്ക് ഞാൻ വരികയും ചെയ്തു. പിന്നെ എൻ്റെ ശുശ്രൂഷ മുമ്പോട്ട് നടന്നുള്ളതാണ്. എനിക്ക് വലിയ പ്രയാസം തോന്നി ചില തിരുമേനി ഏതാനും മണിക്കൂർ മുമ്പ് ചെന്ന് കാണുവാനും അനുഗ്രഹം പ്രാപിക്കാനും ഒക്കെ സംഗതിയായിരുന്നതാണ്. തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് അവസാനമായി തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും 2 പാഠങ്ങൾ നമ്മുടെ ആത്മീയജീവിതത്തിൽ നമുക്ക് പ്രായോഗികമായി നോക്കാൻ പറ്റുന്നതായ കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് കാര്യങ്ങളുണ്ട് വെച്ചാൽ, ഒന്ന് തിരുമേനിയെ പറ്റി ഓർക്കുന്ന സമയത്ത് തിരുമേനിയുടെ സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ അത് തിരുമേനിയുടെ സിൻസിയർ ആൻഡ് ഡെഡിക്കേറ്റഡ് ലൈഫ് അത് ചർച്ചിനാണെങ്കിലും സൊസൈറ്റിക്കാണെങ്കിലും ലോകത്തിന് മുഴുവനാണെങ്കിലും നല്ല ഒരു പാഠമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റ് സ്വാർത്ഥ അനുഭവങ്ങളൊന്നും തിരുമേനിക്കില്ലായിരുന്നതാണ്. ഒരു സ്വാർത്ഥ ചിന്തയില്ലായിരുന്നു. അത് നമ്മൾ ഓർക്കേണ്ടതാണ്. തിരുമേനിയുടെ ചെറിയ അനുഭവത്തിൽ തന്നെയാണ് നമ്മൾ ഓർക്കേണ്ടത് പാവത്തുങ്ങൾക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളത്. അത് ഇവിടെ മുളന്തുരുത്തിയിൽ ഒരു ബോയ്സ് ഹോമുകളൊക്കെ അച്ഛൻ അറിയാറുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അതൊക്കെ എനിക്ക് ബിഷപ്പായതിനു മുമ്പ് തന്നെ അച്ഛനായിരുന്ന പിന്നെ പോൾ വർഗീസ് ആയിരുന്ന സമയത്ത് സ്ഥാപിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ രീതിയിൽ എല്ലാ രീതിയിലും അതും തിരുമേനി ആരുടെ ഇന്നത്തെ പോലെ പിന്നെ കളക്ഷൻ വാങ്ങിച്ചല്ല കേട്ടോ. തിരുമേനി കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, ഒരിടത്ത് പോകുന്ന കോൺട്രിബ്യൂഷൻ സമർപ്പിച്ചതാണ് അവിടുന്ന് ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തിക്കുളബാദിലെ സെന്റർ ആണെങ്കിലും പിന്നെ കളക്ഷൻ പോയി വാങ്ങിച്ചതല്ല കേട്ടോ. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ആ കണക്കൊക്കെ എഴുതി എനിക്കൊന്നൊരു മാക്സിമം ഞാൻ 2.5 ലക്ഷം ഞാൻ നോക്കുന്നത്. അതിന് ആ സമയത്ത് 80 lakhs-ഓളം ചിലവായത്. അതെല്ലാം തിരുമേനിയുടെ കളക്ഷൻ ആയിരുന്ന ആളാണ്. അത് ചർച്ചിൽ നിന്നല്ല, ചർച്ചിന് പുറത്തുനിന്ന് തിരുമേനിക്ക് കിട്ടുന്ന അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നുവെച്ചാൽ ഒരു ലെക്ചർ കൊടുക്കുന്ന സമയത്ത് അതിന് ഫീസ് കൊടുക്കുമല്ലോ, അതൊക്കെ തിരുമേനി കളക്ട് ചെയ്താണ്. അത് പിന്നെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്, പള്ളിയിൽ നിന്നല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊരു രണ്ടാമതാണ് തിരുമേനിയുടെ ഫ്രണ്ട്ലി അപ്രോച്ച് ടു ലൈഫ് ആൻഡ് ഹി സിംപ്ലിസിറ്റി ടു ബി അപ്രീഷിയേറ്റഡ്, മനസ്സിലാകുന്നുണ്ടോ? മൂന്നാമതായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ തിരുമേനിയുടെ പ്രവർത്തനങ്ങളാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് മാത്രമേ ശ്രമിക്കും. തിരുമേനിക്ക് ലോക്കൽ മാത്രമല്ല, ദേശീയമായിട്ടും അന്തർദേശീയ തലത്തിലും തിരുമേനിക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നുള്ളതാണ്. അത് റിലീജിയസ് ലീഡേഴ്സ് മാത്രമല്ല, ഇതര സമൂഹത്തിലുള്ള എല്ലാവരുമായിട്ട്, രാഷ്ട്രീയക്കാരായിട്ടാണെങ്കിലും ഇവൻ പിന്നീട് തിരുമേനിക്ക് റഷ്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ ഒന്നും ഒരു ദൂരെ നിൽക്കുന്നവരല്ല. തിരുമേനിയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. എല്ലാ ലെവലിലും തിരുമേനിക്ക് ആ ഒരു ബന്ധമുണ്ടായിരുന്നുള്ളതാണ്. തന്നെ നമുക്കറിയാൻ തന്നെ ഹി വാസ് എ ട്രൂ മോഡൽ ഓഫ് അവർ ലോഡ്. നമ്മുടെ ക്രിസ്തുവിന്റെ അതേ ഒരു മോഡലായിട്ട് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. പിന്നീട് തിരുമേനി he traveled far and wide, unlimitedly, and had intimate relationship with ഞാൻ പറഞ്ഞ വീട്ടില് റിലീജിയസ് ആണെങ്കിലും കൾച്ചറൽ ആയിട്ടാണെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടാണെങ്കിലും സ്പിരിച്വൽ ആയിട്ടാണെങ്കിലും അതുപോലെ അതുപോലെ അല്ലെ ഇന്റലക്ച്വൽ ആയിട്ടാണെങ്കിലും സയന്റിഫിക് ആയിട്ടാണെങ്കിലും ഏത് രീതിയിലും അദ്ദേഹത്തിന് എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻ മെനി വേസ് ഹീസ് എ ട്രൂ മോഡൽ ടു ദ പ്രസന്റ് ജനറേഷൻ. ജനറേഷൻ വളരെ സെൽഫിഷ് ആണെന്നുള്ളതാണ്, അവരുടെ തന്നെ. പക്ഷെ തിരുമേനി അങ്ങനെയല്ല. തിരുമേനി ഇതുപോലെ വളരെ വിശാലമായിട്ടുള്ള മനസ്സോടുകൂടി പിന്നീട് ജീവിച്ച വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അദ്ദേഹം ഒരു വലിയ മോഡലാണ് എന്ന് പറയാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഹി ഗാദേർഡ് നോളജ് ഫ്രം മെനി വേസ്, മനസ്സിലാകുന്നുണ്ടോ? ഒരു സോഴ്സിൽ കൂടെ അല്ല, മറ്റെത്രയോ സോഴ്സിൽ കൂടെ അദ്ദേഹം
അതെല്ലാം കളക്ട് ചെയ്യുന്നുള്ളതാണ്. അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ രീതിയിൽ നമ്മൾ കളക്ട് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല. ഇവന് കളക്ട് ചെയ്യുകയും ചെയ്തു. ആ നോളജ് എല്ലാം, എക്സ്പീരിയൻസ് എല്ലാം പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതായത് യേശുദമ്പുരാന്റെ അതേ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവമാണ് എന്ന് പ്രത്യേകിച്ച് ഓർക്കുക. അത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, വ്യക്തികളുടെ പിന്നെ സന്തോഷത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കും. തിരുമേനിയെ ചുമ്മാ ഇരിക്കത്തില്ല എന്നുള്ളതാണ്. തിരുമേനി കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. സെമിനാറിലാണെങ്കിലും നമ്മൾ ഡൽഹിയിലാണ്, എവിടെ പോയാലും തിരുമേനി കാണാൻ ഒരുപാട് വരും. അത് നമ്മൾ വിചാരിക്കത്തില്ല ആരും എൻ്റെ അടുത്ത് വരുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷെ തിരുമേനി കാണാനായിട്ട്, തിരുമേനി ലോൺലി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമില്ല. ഒന്നീ തിരുമേനി വായിച്ചുകൊണ്ടിരിക്കും, അല്ലെ തിരുമേനി ഇതുപോലെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ വന്ന് തിരുമേനിയായിട്ട് സംവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അനുഭവമാണ് തിരുമേനിയിൽ കൂടി നമുക്ക് കാണാൻ മറ്റാർക്കും ലഭിക്കാത്തൊരു അനുഭവമാണ്. പിന്നീട് നാം കാണുന്നത് അവർ ചർച്ച് ആൻഡ് സെമിനാരി ബിക്കെയിം വെൽ നോൺ. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് നമ്മുടെ ചർച്ചും നമ്മുടെ സെമിനാരിയും എന്നുള്ളതാണ്. പലരും തിരുമയുടെ കൂടുതൽ പറയും എന്നോട് ചോദിക്കും, ഞാൻ പറയും ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന് അങ്ങനെ പറയണ്ട, ഞാൻ പൗലോസ് മാർ ഗ്രിഗോറിയോസിന്റെ പള്ളി ആ ചർച്ച എന്ന് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. തിരുമേനി ആ രീതിയിൽ ലോകം മുഴുവനും അറിയപ്പെടുന്നതുകൊണ്ട് നമ്മൾ തിരുമേനിയുടെ ചർച്ചിലെ ആളാണ് പറഞ്ഞപ്പോഴത്തെ അവർക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ചർച്ച തന്നെ അറിയപ്പെട്ടത് തിരുമേനിയുടെ പേരിലാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഇരുന്നല്ലേ, ഡൽഹിയിലാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് തിരുമേനിയുടെ പള്ളിയാണ്. അന്നേരം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതാണ്. നമ്മുടെ ഐഡന്റിറ്റി തിരുമേനി ഒരുപാട് ഉയർത്തി നമ്മളെ കൊണ്ടുവന്നു എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് ചർച്ചാണെങ്കിലും അതുപോലെ നമ്മുടെ സെമിനാരി ആണെങ്കിലും ആ രീതിയിൽ വളർന്നു വന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഹി വാസ് എ വെൽ റിനോൺഡ് തിങ്കർ ആൻഡ് ഫിലോസഫർ. മനസ്സിലാകുന്നുണ്ട്. അത്രയ്ക്ക് ആ രീതിയിൽ നമുക്ക് എല്ലാവരും ആ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ കമ്മ്യൂണിക്കേറ്റ്, ഇതിന്റെ ആ പ്രസന്റേഷനൊക്കെ വളരെ ഇതാണ്. ഇതിനെ പറയും, നിങ്ങൾ പറയുന്നത് ബ്ലാബ്ലാന്ന് പറഞ്ഞാൽ പിന്നെ കുർബാനൊക്കെ ബ്ലാബ്ലാന്ന് പറഞ്ഞു പോകുന്നല്ലേ ഉള്ളൂ. പക്ഷേ തിരുവിനെ നമ്മളെ ഞങ്ങൾ സമയമായി പഠിക്കുന്ന സമയത്ത് പറയുന്നത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിൽ പതിയത്തക്കവണ്ണമാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്. അത് പ്രാർത്ഥനയാണെങ്കിലും അത് കുർബാനയാണെങ്കിലും ആരാധന എന്താണെങ്കിലും അതുകൊണ്ട് പ്രസന്റാണ് തിരുവിന് എൻ്റെ പ്രസന്റേഷൻ നമുക്ക് കേൾക്കുകയാണ്. കൊച്ചു പിള്ളേർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് തിരുവിന് പ്രസന്റ് ചെയ്യുന്നത്. ആ ഒരു മനസ്സിൽ പതി, അല്ലാണ്ട് ഒരു കർമ്മം നടത്തിയിട്ട് അങ്ങ് പോകുന്നുള്ളതല്ല. പിന്നെ അത് മറ്റുള്ളവർ ആസ്വദിച്ച് അത് അവരുടെ ഭാഗമാക്കി തീർക്കുവാനായിട്ട്, ആ രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ഉള്ള അവസരം തിരുമേനി കൊടുക്കുന്നുള്ളതാണ്. ആ തിരുമേനി വളരെ ഒരു വലിയ ഇതാണ്. ഇന്ന് മൈക്കെടുത്ത് വെച്ച് ബഹളം ഉണ്ടാക്കുന്ന രീതിയല്ല തിരുമേനി. ആരാധനയാണെങ്കിലും അതുപോലെ തിരുമേനിയുടെ പ്രസംഗമാണെങ്കിലും പ്രസന്റേഷൻ ആണെങ്കിലും അത് വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനം. ഇന്ന് ലോകത്ത് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യേണ്ട സംഗതിയാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു. പിന്നെ തിരുമേനിയുടെ ആ കവർ കളക്ഷൻ അല്ല, തിരുമേനിയുടെ കർമ്മം നടത്തി കവർ കളക്ഷൻ നടത്തിക്കൊണ്ട് പോകാനല്ലായിരുന്നു. മനസ്സിലാകുന്നുണ്ട്. ഇന്ന് അതാണല്ലോ. അതുപോലെ തിരുമേനിയുടെ പിന്നീട് ലക്ഷ്യം പിന്നീട് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വർഷിപ്പ് ആൻഡ് സാക്രമെന്റ്സ് ആൻഡ് പിന്നീട് വർഷിപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വലായിട്ട് നമ്മൾ വളരാൻ വേണ്ടിയാണ്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് ഒരു നല്ല ഒരു മാതൃകയായിട്ട് ആയിത്തീരാനായിട്ട് സാധിക്കും. അതെങ്കിൽ മാത്രമേ വർഷിപ്പിന് അതിൻ്റെതായിട്ടുള്ള അർത്ഥമുള്ളൂ. അതുകൊണ്ട് കർമ്മം നടത്തുക മാത്രമല്ല, ആ കർമ്മത്തിൽ കൂടി മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അതിന് ശ്രേഷ്ഠമായ ഭാവം ലഭിക്കാനായിട്ട് ഇടയാകുന്നത്. ആ രീതിയിൽ അവരെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സാധിക്കും. അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് പിന്നീട് നമ്മുടെ തിരുമേനിയിൽ കൂടി കാണാനായിട്ട് സാധിക്കും. ജീവിതം ആ രീതിയിലുള്ള മറ്റുള്ളവരെ ബോധവൽക്കരിക്കുക, ചേർത്ത് പിടിക്കുക, എല്ലാവരുടെയും സന്തോഷവും ഒന്നായ്മയും കാണുകയായിരുന്നു തിരുമേനിയുടെ പ്രധാനപ്പെട്ട ജീവിത രീതി എന്ന് പ്രത്യേകിച്ച് ഓർക്കണം എന്നുള്ളതാണ്. എനിക്ക് അത്രയും കാര്യങ്ങളാണ് തിരുമനസിനെ പറ്റി ഓർപ്പിക്കാനുണ്ട്. എനിക്ക് അത്ര എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ പറയാമെന്ന് ഓർപ്പിച്ചത്. ഒത്തിരി സന്തോഷം റംബാച്ച, ഈ ഒരു അവസരത്തിൽ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ റംബാച്ചന്റെ അനുഭവത്തിലൂടെയും അറിവിലൂടെയും ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷം. തിരുമേനിയുടെ ജീവിതത്തെ ദർശനത്തെ ആസ്പദമാക്കിയിട്ടുള്ളതായ ഈ ഒരു ഇന്റർവ്യൂ സീരീസിൽ റംബാച്ചൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച് റംബാച്ച, ഈ വാല്യുബിൾ ഷെയറിങ്. താങ്ക് യു.